Nordic Malayali സ്വാഗതം. ഞാൻ സംഗീത MS. ഫിൻലൻഡിൽ വന്നിട്ട് ഇപ്പോൾ 12 കൊല്ലം. ഇവിടെ എസ്പോ സിറ്റിയിൽ ജനറൽ പ്രാക്ടീഷണർ ആയിട്ട് ജോലി ചെയ്യുന്നു. അത് കഴിഞ്ഞ് കുറേ നാൾ കഴിഞ്ഞ് സർട്ടിഫിക്കറ്റ് എന്തായി എന്ന് പറഞ്ഞ് വിളിച്ച് ചോദിച്ചപ്പോൾ അവർ പറയുന്നു അവർ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിലേക്ക് ഫോണും ചെയ്തിരിക്കുകയാണ് അവിടെ കൺഫേം ചെയ്യാൻ എല്ലാ മെഡിക്കൽ സബ്ജക്ട്സും ഒരു 6 hour എക്സാം 6 മണിക്കൂർ എഴുത്ത് പരീക്ഷ ഫിനിഷിൽ എഴുതണം. പേഷ്യൻസിൻ്റെ കൂടെ ആയിരുന്നു കൂടുതൽ. നമുക്ക് ഡോക്യുമെൻറ്റേഷൻ അങ്ങനെ ഒരു കാര്യമായ പോയിന്റ് ആയിരുന്നില്ല. ഇവിടെ എത്തിയപ്പം കമ്പ്യൂട്ടർ സ്കിൽസ് വേണം. ഡോക്യുമെൻറ്റേഷന് വേണ്ടിയിട്ടാണ് ഏറ്റവും കൂടുതൽ സമയം പോകുന്നത്. പേഷ്യൻസിൻ്റെ കൂടെ വളരെ കുറച്ച് സമയം. നമസ്കാരം, നോർഡിക് മലയാളിയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മളോടൊപ്പം ഉള്ളത് ഡോക്ടർ സംഗീതയാണ്. സംഗീത ഫിൻലൻഡിൽ ഗവൺമെൻറ് സർവീസിൽ ജനറൽ പ്രാക്ടീഷണറായിട്ട് ജോലി ചെയ്യുകയാണ്. നമുക്ക് കൂടുതൽ വിവരങ്ങൾ അറിയാം. വെൽക്കം. സംഗീത, ഞാനിവിടെ വന്നിട്ട് 12 കൊല്ലം. ഇവിടെ എസ്പോ ഡിസ്ട്രിക്ട് ഹോസ്പിറ്റലിൽ ന്യൂറോളജി വാർഡിൽ ആണ് ഇപ്പോൾ ജോലി ചെയ്യുന്നത്. ഡോക്ടറാണ്, ജനറൽ പ്രാക്ടീഷണറാണ്. ഹസ്ബൻഡും ഒരു മോളുണ്ട്. കോഴിക്കോട് മെഡിക്കൽ കോളേജിലാണ് MBBS ചെയ്തത്. ഇവിടെ നാട്ടിൽ അത് കഴിഞ്ഞ് കുറച്ച് നാൾ പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ ജോലി ചെയ്തു. അത് കഴിഞ്ഞ് പിന്നെ ഗവൺമെൻറ് മെഡിക്കൽ കോളേജിൽ, ഇപ്പോൾ ഗവൺമെൻറ് മെഡിക്കൽ കോളേജായി, അന്ന് പ്രൈവറ്റ് ആയിരുന്നു, അവിടെ ജോലി ചെയ്തു. പിന്നെ എറണാകുളത്ത് കോപ്പറേറ്റീവ് മെഡിക്കൽ കോളേജിൽ, ബാംഗ്ലൂർ മണിപ്പാലിൽ ജോലി ചെയ്തു. ഇവിടെ മെഡിക്കൽ കോളേജിലാണ് MBBS ചെയ്തത്. സ്പെഷ്യലൈസേഷൻ നാട്ടിൽ നിന്ന് ചെയ്തില്ല, പക്ഷേ അത് ചെയ്യണം എന്നുള്ള ആഗ്രഹത്തോടെ നടന്നിരുന്നു. അത് കഴിഞ്ഞ് ഇവിടെ വന്നപ്പോൾ തോന്നി ചെയ്യാതെ ഇരുന്നത് നന്നായിരുന്നു. കാരണം ഇവിടെ വന്നാൽ സ്പെഷ്യലൈസേഷൻ ചെയ്താലും ബേസിക് പ്രോസസ്സ് സെയിം ആണ്, സ്പെഷ്യലൈസേഷൻ ഇവിടെ വാലിഡും അല്ല. അപ്പം നമ്മൾ ഇനി സ്പെഷ്യലൈസേഷൻ ചെയ്യണമെങ്കിൽ ഇവിടെ തന്നെ പിന്നെയും ഒക്കെ പുതുതായിട്ട് ചെയ്യണം. നാട്ടിലത്തെ എക്സ്പീരിയൻസും സ്പെഷ്യലൈസേഷനും ഇവിടെ പറ്റില്ല. നാട്ടിൽ ജോലി ചെയ്യാതിരുന്ന സമയവും അത് കാരണം പ്രശ്നമില്ല, ഇവിടെ അത് പൊട്ടില്ല. നേരിട്ട് ക്വസ്റ്റ്യനിലേക്ക് തന്നെ പോവാം. എന്താണ് ഫിൻലൻഡിൽ ഡോക്ടർ ആവാനുള്ളൊരു പ്രോസസ്സ്, അല്ലെങ്കിൽ സംഗീതം നേരിട്ട് ഒരു പ്രോസസ്സ്, കടന്നുപോയൊരു പ്രോസസ്സ് എന്താണെന്നാണ് നമുക്കറിയേണ്ടത്. വാൽവിറ എന്ന് പറഞ്ഞിവിടെ ഒരു ഗവൺമെൻറ് ഇൻസ്റ്റിറ്റ്യൂഷൻ ഉണ്ട്. വാൽവിറ നമ്മുടെ സർട്ടിഫിക്കറ്റ്സും സംഭവങ്ങളൊക്കെ പ്രൂവ് ചെയ്യണം ആദ്യം ഫിൻലൻഡിൽ വരുമ്പോൾ. അതാണ് ഏറ്റവും ഫസ്റ്റ് സ്റ്റെപ്പ്. അതിൻ്റെ കൂടെ വേണമെങ്കിൽ ലാംഗ്വേജ് പ്രോസസ്സ് സ്റ്റാർട്ട് ചെയ്യാം. അത് ഇതിൻ്റെ കൂടെ തന്നെ നടത്താം. എങ്ങനെയായാലും യൂറോപ്പിലെ ഏത് രാജ്യങ്ങളിലും ലാംഗ്വേജ് മസ്റ്റാണ് ഹെൽത്ത് സെക്ടറിൽ ജോലി ചെയ്യാൻ. അപ്പം ഫിനിഷ് ഇവിടുത്തെ ഗവൺമെൻറ് തന്നെ ഇവിടെ പഠിപ്പിക്കുന്നുണ്ട്. ഫിനിഷ് കോഴ്സുകളിലേക്ക് അഡ്മിഷൻ കിട്ടിക്കഴിഞ്ഞാൽ ഒരു കൊല്ലം അവരുടെ കണക്കനുസരിച്ച് അത് ചിലപ്പോൾ നീണ്ടുപോകാം. അല്ലെങ്കിൽ എൻ്റെ കൂടെയുള്ള കുറേ പേരൊക്കെ കുറച്ചും കൂടി സ്പീഡിൽ ചെയ്ത് ഒറ്റയ്ക്ക് വന്ന് തനിയെ ചെയ്ത് അങ്ങനെയും മുന്നോട്ട് പോയിട്ടുണ്ട്. ഇപ്പോൾ ഒരു കൊല്ലത്തിൽ കുറവായിട്ടും ചെയ്യാം. അതിൻ്റെ ഇടയിൽ ഇവരുടെ സർട്ടിഫിക്കറ്റും അപ്രൂവലൊക്കെ കിട്ടുകയാണെങ്കിൽ പിന്നെ അടുത്ത സ്റ്റെപ്പിലേക്ക് കടക്കാം. അതിവിടെ ലാംഗ്വേജ് ഇവരുടെ ലെവൽ അനുസരിച്ച് നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ, ആ മാർക്ക് സ്കോർ കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ അടുത്ത സ്റ്റെപ്പ് ഇവിടെ 6 മാസം അമ്മാനുവൻസി അല്ലെങ്കിൽ ട്രെയിനി ആയിട്ട് പോസ്റ്റ് നമ്മൾ തന്നെ കണ്ടുപിടിച്ചു അതിന് ചേരുക എന്നുള്ളതാണ്. 6 മാസം ഞാൻ ചെയ്തത് പല പല സ്ഥലങ്ങളിലായിട്ട്, ഒറ്റ 6 മാസം ഒരു സ്ഥലത്ത് കിട്ടുകയാണെങ്കിൽ അങ്ങനെയും ചെയ്യാം. അത് കഴിഞ്ഞ് പിന്നെ ഈ സർട്ടിഫിക്കറ്റ്സും സംഭവമൊക്കെ വെച്ചിട്ടാണ് അടുത്ത സ്റ്റെപ്പിലേക്ക് പോകുന്നത്. 3 എക്സാംസ്. ഫസ്റ്റ് എക്സാം എല്ലാ മെഡിക്കൽ സബ്ജക്ട്സും ഒരു 6 hour എക്സാം 6 മണിക്കൂർ എഴുത്ത് പരീക്ഷ ഫിനിഷിൽ എഴുതണം. അതിൽ പാസ്സായി കഴിഞ്ഞാൽ പിന്നെ ഇവിടുത്തെ ഹോസ്പിറ്റലുകളിൽ ജോലി ചെയ്യാം, ടെമ്പററി പെർമിറ്റിൽ. അത് കഴിഞ്ഞാൽ പിന്നെ രണ്ടാമത്തെ പരീക്ഷയിൽ ഇവിടുത്തെ ഫോറൻസിക്
എന്താ പിന്നെ കുറച്ച് പ്രിസ്ക്രിപ്ഷൻ കണക്റ്റഡ് സംഭവങ്ങൾ, ലീഗൽ സംഭവങ്ങൾ, ഇതൊക്കെ കൂടിയുള്ള രണ്ടാമത്തെ പരീക്ഷ. അതും ഫിനിഷിൽ തന്നെ 6 മണിക്കൂർ. അതും പാസ്സായി കഴിഞ്ഞാൽ ഇവിടുത്തെ ഹെൽത്ത് സെൻറ്റേഴ്സിൽ ജോലി ചെയ്യാം. അതും ടെമ്പററി പെർമിറ്റ്. ഹെൽത്ത് സെൻറ്റേഴ്സിൽ ജോലി ചെയ്യാം. പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നത്തെ 3ാമത്തെ പരീക്ഷ, അത് പേഷ്യൻസിൻ്റെ കൂടെയുള്ള ഇതേമാതിരി എക്സാമിനർ ക്യാമറയും വെച്ചുകൊണ്ട് തൊട്ടടുത്തുണ്ടാവും. പേഷ്യൻസിൻ്റെ കൂടെ നമ്മളെങ്ങനെ ഡീൽ ചെയ്യുന്നു, അവരെന്തൊക്കെ ചോദിക്കുന്നു, അങ്ങനെയൊക്കെ നമ്മൾ പെരുമാറുന്നു, ഫിനിഷ് മനസ്സിലാവുന്നുണ്ടോ, അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ അസസ് ചെയ്തുകൊണ്ട് അവർ ചെയ്യും. അതുമാതിരി 3 പേഷ്യൻസും കുറച്ച് ഓസ്കികളും. അത് കഴിഞ്ഞാൽ നമുക്ക് പെർമനൻറ്റ് ലൈസൻസ് കിട്ടും ഫിൻലൻഡിൽ ജോലി ചെയ്യാൻ. ഫിൻലൻഡിൽ 3 കൊല്ലം ജോലി ചെയ്ത് കുറച്ച് ഇവരുടെ വേറെ കുറച്ച് ഫോർമാലിറ്റീസ് ഉണ്ട്. അത് കഴിഞ്ഞാൽ യൂറോപ്പിൽ എവിടെ വേണേൽ ജോലി ചെയ്യാം. അതിന് പക്ഷേ വേറെ എവിടെയെങ്കിലും പോകണമെങ്കിൽ ഭാഷ കൂടി വേണം. ഇപ്പോൾ ഇവിടെ ഗവൺമെൻറ് സർവീസിലും അല്ലാണ്ട് പ്രൈവറ്റ് സെക്ടറിലും ജോലി ചെയ്യാം. ഇപ്പോൾ എന്തൊക്കെ സ്ഥലങ്ങളിൽ ജോലി ചെയ്യാൻ പറ്റും ഒരു ഡോക്ടറായിട്ട്? ഇപ്പോൾ ഓൾഡ് ഏജ് ഹോമിൽ പോയിട്ടുണ്ടായിരുന്നു എന്ന് എനിക്കറിയാം. അതല്ലാതെ വേറെ എന്തൊക്കെയാണ് പോസിബിലിറ്റീസ് ഉള്ളത്? ബേസിക്കായിട്ട് ഹെൽത്ത് സെൻറ്റേഴ്സിൽ അധികം ഫുൾ ടൈം പാർട്ട് ടൈം അങ്ങനെ പല ഓപ്ഷൻസ് ഉണ്ട്. പിന്നെ അതല്ലാതെ ഇവിടുത്തെ ഹോസ്പിറ്റൽസിൽ, നമ്മൾ താമസിക്കുന്ന സ്ഥലത്ത് എസ്പോയിൽ ഒരു മെയിൻ ഹോസ്പിറ്റലാണ് ഉള്ളത്. പിന്നെ ഇവിടെ തന്നെ ഒരു സ്പെഷ്യലിസ്റ്റ് ഹോസ്പിറ്റലും ഉണ്ട്. ഇത് ബേസിക് 3 ഓപ്ഷൻ. പിന്നെ പ്രൈവറ്റ് വഴി ഞാൻ ചെയ്തുകൊണ്ടിരുന്നത് പ്രൈവറ്റിൽ റെൻ്റൽ ഡോക്ടറായിട്ട്. അപ്പോൾ പ്രൈവറ്റുകാർക്ക് വേറെ കുറേ ഓപ്ഷൻസ് ഉണ്ട്. അവരുടെ തന്നെ പ്രൈവറ്റ് പേഷ്യൻസിനെ കാണൽ അങ്ങനത്തതുണ്ട്. പിന്നത്തത് അതിൽ ഏത് സമയത്ത് വേണമെങ്കിൽ നമുക്ക് ഓപ്റ്റ് ചെയ്യാം. ഒന്നെങ്കിൽ വീക്ക് ഡേയ്സിൽ, അല്ലെങ്കിൽ വൈകുന്നേരം, അല്ലെങ്കിൽ രാത്രി, പിന്നെ അല്ലെങ്കിൽ വീക്കെൻഡ്സിൽ, അങ്ങനത്തെ ഓപ്ഷൻസ്. പിന്നെ അല്ലെങ്കിൽ എമർജൻസി സർവീസസിൽ ഇവർ വഴി പോവാം, അത് വേറൊരു ഓപ്ഷൻ. പിന്നെ ഉള്ളത് ഓൾഡ് ഏജ് ഹോംസിൽ. ഇവർക്ക് ഓരോ പ്രൈവറ്റ് കമ്പനീസിനും ഓൾഡ് ഏജ് ഹോംസ് അവർ ലീസ് ഔട്ട് ചെയ്ത് മാതിരി ഉണ്ട്. അപ്പം അവിടേക്ക് ഡോക്ടേഴ്സിനെ റിക്രൂട്ട് ചെയ്യും ഇവർ. അപ്പം അങ്ങനെ ഓൾഡ് ഏജ് ഹോംസ് ഓരോ സ്ഥലങ്ങൾ, ഇഷ്ടമുള്ള സ്ഥലം ഫിൻലൻഡ് മുഴുവൻ ഏത് വേണമെങ്കിലും അങ്ങനെ ചൂസ് ചെയ്യാം. പിന്നെ അവിടെ തന്നെ വിസിറ്റ് മാസത്തിലൊരിക്കൽ അല്ലെങ്കിൽ ആഴ്ചയിലൊരിക്കൽ, അങ്ങനെ പല ഓപ്ഷൻസ് ഉണ്ട്. 3 മാസത്തിലൊരിക്കൽ മാത്രം വിസിറ്റ് ചെയ്യുന്ന സ്ഥലങ്ങളുണ്ട്. അപ്പം അങ്ങനെ ഓപ്റ്റ് ചെയ്യാം. കൊറോണ സമയത്തിന് ശേഷം അത് കൂടിയിട്ടുണ്ട്, ഓൺലൈൻ പേഷ്യൻസിനെ മീറ്റ് ചെയ്യൽ, അല്ലെങ്കിൽ ഓൺലൈൻ നമ്മൾ ജോലി ചെയ്യുക, ജസ്റ്റ് കൺസൾട്ടേഷൻ. അത് ഞാൻ കഴിഞ്ഞ കൊല്ലം ചെയ്തിരുന്നു. ഇത് വീട്ടിലിരുന്ന് ലാപ്ടോപ്പും വെച്ച് ജോലി ചെയ്യുക, നഴ്സുമാർ കൺസൾട്ട് ചെയ്യും, അവരുടെ ആവശ്യമുള്ള പേഷ്യൻസിൻ്റെ കാര്യങ്ങൾ ചോദിച്ചിട്ട്, പിന്നെ പ്രിസ്ക്രിപ്ഷൻസ് റിന്യൂ ചെയ്യുക, അങ്ങനത്തെയൊക്കെ കാര്യങ്ങളായിട്ട്. അപ്പം നാട്ടിലും ജോലി ചെയ്തിരുന്നില്ലേ? അപ്പം ഇവിടെ വന്നപ്പോൾ എന്താണ് ഒരു ഭയങ്കര വ്യത്യാസം തോന്നുക, അല്ലെങ്കിൽ എന്താണ് ലിമിറ്റേഷൻ, എന്താ തോന്നിയിട്ടുള്ളത്? ഒന്ന്, നാട്ടിൽ പേഷ്യൻസിൻ്റെ കൂടെയായിരുന്നു കൂടുതൽ. ഓക്കെ. നമുക്ക് ഡോക്യുമെൻറ്റേഷൻ അങ്ങനെ ഒരു കാര്യമായ പോയിൻ്റ് ആയിരുന്നില്ല. ഇവിടെ എത്തിയപ്പം കമ്പ്യൂട്ടർ സ്കിൽസ് വേണം. ഡോക്യുമെൻറ്റേഷന് വേണ്ടിയിട്ടാണ് ഏറ്റവും കൂടുതൽ സമയം പോകുന്നത്. പേഷ്യൻസിൻ്റെ കൂടെ വളരെ കുറച്ച് സമയം. ഓക്കെ. പിന്നെ എല്ലാ ഇൻഫർമേഷനും ഫിംഗർ ടിപ്സിലുണ്ട്. പേഷ്യൻസിൻ്റെ സോഷ്യൽ സെക്യൂരിറ്റി നമ്പർ അടിച്ചു കൊടുത്താൽ അവർ മുമ്പ് ചെയ്തിട്ടുള്ള എല്ലാ ഹിസ്റ്ററിയും വരും. മറ്റേത് നമ്മളെല്ലാതും ചോദിച്ച് മനസ്സിലാക്കി എഴുതി അല്ലെങ്കിൽ ആലോചിച്ച് അങ്ങനെ വേണം. ഇതിപ്പം നമ്മൾ ലീവാണെങ്കിലും അടുത്ത ആൾ നോക്കിയാൽ അതിലുണ്ട് നമ്മളെന്തോ ചെയ്തു എന്നുള്ളത് നമ്മൾ എഴുതി വയ്ക്കും. ദിവസം എന്തൊക്കെ സംസാരിച്ചു, എന്തൊക്കെ അറിഞ്ഞു. ഓക്കെ. പക്ഷെ അപ്പോൾ നാട്ടിലുള്ള പോലത്തെ ഡോക്ടർ പേഷ്യൻ്റ് റാപ്പോ ഉണ്ടാവില്ല ഇവിടെ എന്ന് പറഞ്ഞാൽ സ്ഥിരമായിട്ട് ഒരാൾ സ്ഥിരമായിട്ട് പേഷ്യൻ്റായിട്ട് വരാറുണ്ടോ? അങ്ങനെ വരാറുണ്ടോ? വാർഡിൽ ജോലി ചെയ്യുമ്പം അങ്ങനെ ഉണ്ട്. ഒരു പേഷ്യൻറ്റിനെ തന്നെ സ്ഥിരം കാണുന്നു. പക്ഷേ ഇപ്പോൾ ഓൾഡ് ഏജ് ഹോംസിൽ ഡോക്ടേഴ്സ് ആകുമ്പോഴും അങ്ങനെയുണ്ട്. പക്ഷെ ഒന്നെന്താ വെച്ചാൽ ഓൾഡ് ഏജ് ഹോമിൽ ചിലപ്പോൾ അടുത്ത പ്രാവശ്യം പോകുമ്പോൾ പേഷ്യൻ്റ് നമ്മളെ ഓർക്കില്ല. അവർ അധികം മെമ്മറി പ്രശ്നമുള്ളവരായിരിക്കും. അല്ലാകുമ്പോൾ ഒരു പേഷ്യൻ്റ് കുറച്ച് ദിവസം അടുപ്പിച്ച് നമ്മൾ കാണും, അവരുമായിട്ട് സംസാരിക്കും. ആ രീതിയിലൊരു റാപ്പുണ്ട്. അല്ല, ഞാൻ ചോദിക്കുന്നത് എന്താ വെച്ചാൽ ഇപ്പോൾ നാട്ടിലൊക്കെ ആണെങ്കിൽ ജനറേഷൻസ് ആയിട്ട് ഇപ്പം നമ്മളൊരു ജനറൽ ഫിസിഷ്യനെ ആയിരിക്കും കാണുന്നത്. അത് ഇവിടെ പ്രൈവറ്റും
അല്ലെങ്കിൽ ഹെൽത്ത് സെന്ററിലും അങ്ങനെയുണ്ട്. അതായത് ഹെൽത്ത് സെന്ററിൽ ഒമാലാക്കറി എന്ന് പറഞ്ഞൊരു പരിപാടി ഉണ്ടായിരുന്നു. ഇടയിൽ ചില സ്ഥലങ്ങളിൽ കാണാം, ചില സ്ഥലങ്ങളിൽ ഇല്ല. അപ്പം അവർ എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും അതേ ഡോക്ടറെ അടുത്തേക്ക് പോകും. പിന്നെ അവർക്ക് ഒരു നേഴ്സും ഉണ്ടാവും. അത് പ്രത്യേകിച്ച് റൂറൽ ഫിൻലൻഡിലേക്ക് പോകുമ്പോൾ അത് നല്ലോണം ഉണ്ട്. റൂറൽ ഫിൻലൻഡിൽ ജോലി ചെയ്തിട്ടുണ്ടോ? ഞാൻ ചെയ്തിട്ടില്ല, പക്ഷെ അവിടെ ജോലി ചെയ്തവരൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട്. ചില പേഷ്യൻസ്, ചില ഡോക്ടേഴ്സ് ഇപ്പോൾ കുറേ നാളായിട്ട് അവിടെയുള്ള ഡോക്ടേഴ്സിൻ്റെ അടുത്ത് സ്ഥിരമായിട്ട് പോകുന്ന പേഷ്യൻസ് ഉണ്ട്. അപ്പോൾ ഫിൻലൻഡിലേക്ക് വന്നപ്പോൾ എന്തൊക്കെയാണ് ബുദ്ധിമുട്ടുകൾ ഉണ്ടായിട്ടുള്ളത്? ഫിൻലൻഡിൽ ആദ്യം വരുന്ന സമയത്ത് ഒന്ന് ആരെയും അറിയില്ല, ഇന്ത്യക്കാരെ പരിചയമില്ല. പിന്നെ ഇവിടുത്തെ എല്ലാ ഒഫീഷ്യൽ വെബ്സൈറ്റുകളും എല്ലാതും ഫിനിഷിലായിരുന്നു. വിവരങ്ങൾ കിട്ടാൻ വേറെ ഓപ്ഷൻ ഇല്ല. പിന്നെ ആ സമയത്ത് ഓൺലൈൻ ഈ ഫേസ്ബുക്കും അങ്ങനത്തതൊന്നും അധികം ഇല്ല, കോണ്ടാക്ട്സ് ഇല്ല. പിന്നെ അത് കുറച്ച് കൊല്ലങ്ങളെടുത്തു അങ്ങനെ കോണ്ടാക്ട്സും. ഇത് ആദ്യം അറിയുന്നവർ സംസാരിക്കുന്നവരൊക്കെ പറയുക ബുദ്ധിമുട്ടാണ്, നല്ല ബുദ്ധിമുട്ടാണ്, കിട്ടാൻ പണിയാണ്. അത് കഴിഞ്ഞ് ചെയ്ത് തുടങ്ങിയപ്പോൾ കുഴപ്പമില്ല. നമ്മൾ അപ്പോഴാണ് ഇത് എങ്ങനെ രീതിയിൽ പോകണം. പിന്നെ ഈ എംപ്ലോയ്മെൻറ്റ് ഓഫീസ് വഴി തന്നെ ഒരു ഗ്രൂപ്പിൽ എത്തിക്കഴിഞ്ഞപ്പോഴാണ് എന്നെ പോലെയുള്ള കുറേ പേര് കൂടാണ്ട്. അപ്പോൾ അവരുടെ കൂടെ ആ ലൈനിൽ അങ്ങോട്ട് മുന്നോട്ട് പോകാൻ അത് ഒരു എൻകറേജ്മെൻ്റ് ആയി. പക്ഷെ പൊതുവേ ഇതൊരു സ്ലോ പ്രോസസ്സാണോ, അത് ഒരുപാട് സമയം എടുക്കുന്ന ഒരു പ്രോസസ്സാണോ ഇവിടെ ഒരു ഡോക്ടറായിട്ട് ജോലി ചെയ്യാൻ തുടങ്ങുക എന്നുള്ളത്? അതോ നമ്മളുടെ സ്പീഡ് അനുസരിച്ചിരിക്കും, അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ അതിന്? ശരിക്കും നമ്മൾ എത്ര ഫോക്കസ്ഡ് ആണ്, എത്ര ഓറിയൻറ്റേഷൻ അതിലുണ്ട്. ഇപ്പം എൻ്റെ കൂടെ ഇവിടെ തന്നെ യൂറോപ്പിൽ നിന്ന് തന്നെ ഇങ്ങോട്ട് വന്ന ആൾക്കാർ, അവർക്ക് കൃത്യമായിട്ട് അറിയാം എന്തൊക്കെ ചെയ്യണം. ഇപ്പോൾ എന്ത് ചെയ്യുമെന്ന് വെച്ചാൽ ആദ്യം തന്നെ സ്പീഡിൽ ലാംഗ്വേജ് കോഴ്സ് ഗവൺമെൻറ്റിന് വേണ്ടി കാത്തിക്കാതെ പ്രൈവറ്റായിട്ട് തന്നെ പഠിച്ച് ലാംഗ്വേജ് കോഴ്സ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നേരെ അടുത്ത സ്റ്റെപ്പിലേക്ക് പോകും. ആ രീതിയിൽ സ്പീഡിൽ പോവാം. ഇപ്പോൾ എൻ്റെ കൂടെയുള്ള ആൾ സ്പെഷ്യലൈസേഷനും കഴിയാറായി. അങ്ങനെ ആ രീതിയിൽ പോയിട്ട് സൈക്യാട്രിയാണ് ഇഷ്ടം, സൈക്യാട്രിയിലേക്ക് തന്നെ ആദ്യം തന്നെ പോയി അങ്ങനെ അത് ചെയ്ത്. അവർക്കപ്പോൾ യൂറോപ്യൻ കൺട്രീസിലെല്ലാം ഒരേ ഒരു പ്രൊസീജിയർ ആയിരിക്കും, അതായിരിക്കും അവർക്ക് കൂടുതൽ എളുപ്പം കണ്ടുപിടിക്കാൻ പറ്റുന്നത്. ഇപ്പോൾ റഷ്യക്കാർക്കും പിന്നെ എസ്റ്റോണിയക്കാർക്കൊക്കെ അവിടെ നിന്ന് തന്നെ ഫിനിഷ് പഠിക്കാം, ഇവിടേക്ക് വരുന്നതിന് മുന്നേ. അപ്പോൾ നേരെ വന്ന് ഈ ട്രെയിനിങ് കോസ്റ്റ് കണ്ടുപിടിച്ച് പരീക്ഷ എഴുതിയാൽ മതി പിന്നെ അവർക്ക്. അപ്പോൾ അങ്ങനെ മുന്നോട്ട് സ്പീഡിൽ ചെയ്യുന്നവരുണ്ട്. 2010 ഇവിടെ എത്തി. മോള് ചെറുതായിരുന്നതുകൊണ്ട് 3 വയസ്സായിട്ടാണ് ഞാൻ തുടങ്ങിയത് ലാംഗ്വേജ് കോഴ്സ്. ഗവൺമെൻറ് ലാംഗ്വേജ് കോഴ്സ് അന്ന് കിട്ടിയില്ല. അന്ന് ഗവൺമെൻറ് ഫണ്ടഡ് വേറൊരു കോഴ്സിനാണ് ഞാൻ ചേർന്നത്. അതൊരു കൊല്ലം ഉണ്ടായിട്ടും അതൊരു കുറച്ച് സ്ലോ കോഴ്സായിരുന്നു. 1 കൊല്ലം ഉണ്ടായിട്ടും ഇവരുടെ ലെവലിലേക്കുള്ളത് അത്രയ്ക്കും ക്ലാസ് ഉണ്ടായില്ല. പിന്നെ അത് കഴിഞ്ഞ് ഞാൻ ഒരു ലെവല് മുന്നോട്ട് വെച്ച് അങ്ങോട്ട് പരീക്ഷ ചെയ്തേ പോയിട്ട്. പക്ഷേ ഇവർക്ക് വേണ്ട ഇപ്പോഴത്തെ ക്രൈറ്റീരിയ അനുസരിച്ചല്ല, അന്നത്തെ ക്രൈറ്റീരിയ അനുസരിച്ച് എനിക്ക് കിട്ടി. ലെവൽ 3 മതിയായിരുന്നു. അപ്പം അങ്ങനെ അത് പാസ്സായി കഴിഞ്ഞിട്ട് പിന്നെ 1 കൊല്ലം വെറുതെ ഇരുന്നു. ഇവർക്ക് സർട്ടിഫിക്കറ്റ് അയച്ചു കൊടുത്തിട്ടുണ്ടായില്ല. ശരിക്കും സർട്ടിഫിക്കറ്റൊക്കെ ആദ്യം തന്നെ അങ്ങോട്ട് അയച്ചു കൊടുത്താൽ കാത്തിരിപ്പ് കുറയ്ക്കാം. ഞാൻ ആദ്യം 1 കൊല്ലം ഇതിന് വേണ്ടി, പിന്നെ സർട്ടിഫിക്കറ്റിന് വേണ്ടി കാത്തിരുന്നു. സർട്ടിഫിക്കറ്റ് എവിടെയാന്ന് പറഞ്ഞ് അതിനെ ഫോളോ അപ്പ് ചെയ്തില്ല. പിന്നെ അത് കഴിഞ്ഞ് കുറേ നാൾ കഴിഞ്ഞ് സർട്ടിഫിക്കറ്റ് എന്തായി എന്ന് പറഞ്ഞ് വിളിച്ച് ചോദിച്ചപ്പോൾ അവർ പറയുന്നു അവർ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിലേക്ക് ഫോണും ചെയ്തിരിക്കുകയാണ് അവിടെ കൺഫേം ചെയ്യാൻ. പിന്നെ ഇവരെ പറഞ്ഞിട്ട് കാര്യമില്ല, നമ്മൾ കോഴിക്കോട് യൂണിവേഴ്സിറ്റിയിലേക്ക് ഫോൺ ചെയ്തിരുന്നിട്ട് കാര്യമൊന്നുമില്ല. അങ്ങനെ പിന്നെ വേറെ ഏതോ സർട്ടിഫിക്കറ്റ് വേണമെന്ന് പറഞ്ഞ് അവിടെ പോയി നാട്ടിൽ പോയി സർട്ടിഫിക്കറ്റ് ശരിയാക്കി കൊണ്ടുവന്നപ്പോൾ അവർ സാധനം ഡിഗ്രി സർട്ടിഫിക്കറ്റ് അപ്രൂവ് ചെയ്ത് തന്നു. ഇങ്ങനെയാണ് പിന്നെ അടുത്ത സ്റ്റെപ്പിലേക്ക് കടക്കാൻ പറ്റിയത്. പക്ഷെ ഇപ്പൊ കുറച്ചും കൂടി ഫാസ്റ്റർ ആണെന്ന് തോന്നുന്നു. എല്ലാ വെബ്സൈറ്റിലും എല്ലാതും കൃത്യമായിട്ട് ഇംഗ്ലീഷിൽ എഴുതിയിട്ടുണ്ട്. പിന്നെ വരുന്നവർക്ക് നേരെ ഞാൻ ആരോടെങ്കിലും സംസാരിക്കുമ്പോൾ തന്നെ അവർ ഇതൊക്കെ നോക്കിയിട്ടുണ്ട്, അറിയാം. അല്ല, അത് ചെയ്ത് വരുന്ന കാലാവധി ഇപ്പൊ ഇതുപോലെ വിളിച്ചു കാത്തിരിക്കല്ല, അവർക്കും ഏകദേശം കുറച്ചധികം മലയാളികളായപ്പോ ശീലമായിരുന്നു. ഓക്കെ. പിന്നെ ഇപ്പൊ ഗ്രൂപ്പുകൾ ഇഷ്ടംമാതിരി ഫേസ്ബുക്കും ഇതൊക്കെ ആയിട്ട് കോണ്ടാക്ട്സ് ഇതും സംഭവം കിട്ടും. ക്വസ്റ്റ്യൻ പേപ്പറൊക്കെ ഓൺലൈൻ ഉണ്ട്. ആൾക്കാർക്ക് പരീക്ഷയ്ക്ക് പ്രിപ്പയർ ചെയ്യാനും കുറച്ചും കൂടി എളുപ്പമാണ്. നാട്ടിൽ ജോലി ചെയ്തിരുന്നതും ഇവിടെ ജോലി ചെയ്യുന്നതും തമ്മിലുള്ള വ്യത്യാസം എന്താ ഉള്ളത്? നാട്ടിൽ സ്പെഷ്യലൈസ് ചെയ്തില്ലെങ്കിൽ ഇപ്പോഴും ഉള്ള ഓപ്ഷൻ ജനറൽ പ്രാക്ടീഷണറായിട്ട് ഇപ്പം അല്ലെങ്കിൽ ചെയ്യാനുള്ള ഓപ്ഷൻസ് ഇപ്പോഴും ലിമിറ്റഡ് ആണെന്നാണ് എനിക്ക് തോന്നുന്നത്.
പിന്നെ പേഷ്യൻസിൻ്റെ എന്താ ജോബ് സെക്യൂരിറ്റി ആ രീതിയിൽ പേഷ്യൻസുമായിട്ടുള്ള ഡീലിങ്ങിൽ ഇപ്പം കൂടുതൽ മോശമായി വരുന്നുണ്ട്. പക്ഷേ ഇവിടെ ജനറൽ പ്രാക്ടീഷണറായിട്ടാണ് ഓപ്ഷൻസ് കൂടുതൽ. നമുക്ക് ജോലി കിട്ടാൻ എളുപ്പം അങ്ങനെയാണ്. പിന്നെ പല രീതിയിൽ ജോലി ചെയ്യാം, പാർട്ട് ടൈം ആണെങ്കിൽ അങ്ങനെ, അല്ലെങ്കിൽ ഇപ്പോൾ ഓൺലൈൻ ഓപ്ഷൻസും ഉണ്ട്, കൺസൾട്ടൻ്റായിട്ട്, അങ്ങനെ കുറേ ഓപ്ഷൻസ് ഉണ്ട് ജോലി ചെയ്യാൻ. പ്രൈവറ്റ് ജോലി ചെയ്താൽ നല്ല സാലറി വ്യത്യാസമുണ്ട്, സ്പെഷ്യലിസ്റ്റിൻ്റെ സാലറി കിട്ടും. അപ്പോൾ ആ രീതിയിൽ സ്പെഷ്യലൈസേഷൻ ചെയ്യണം എന്നുള്ള ആഗ്രഹം അധികം ഇല്ലെങ്കിലും കുഴപ്പമില്ല. ഓക്കെ. ഈ മേഖലയിലേക്ക് ഇനി വരാൻ ആഗ്രഹിക്കുന്നവർക്ക് ഇതൊരു ഇൻഫർമേഷൻ ആണെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇത്ര നേരം നമ്മളോടൊപ്പം സമയം ചെലവഴിച്ചതിന് ഒരുപാട് നന്ദി. മറ്റൊരു അവസരത്തിൽ നമുക്ക് എന്തെങ്കിലും മെഡിക്കൽ റിലേറ്റഡ് ആയിട്ടുള്ള ടോപ്പിക്സ് വരികയാണെങ്കിൽ നമുക്ക് വീണ്ടും സംഗീതമായിട്ടൊരു ഇൻ്റർവ്യൂ തരപ്പെടുത്താമെന്ന് പ്രതീക്ഷിക്കുന്നു. താങ്ക് യു.